Hello guys, this is me Gautam Raj and you guys are watching my YouTube channel Dream Rover. ഞാനിപ്പോൾ ഉള്ളത് കാഡിസ് എന്ന് പറഞ്ഞ സ്പെയിനിലെ സിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി അങ്ങോട്ടുള്ള എല്ലാ പോർട്ടിലും എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ പോർട്ടിൽ അതായത് ലാ കൊറോണ എന്ന് പറഞ്ഞ സ്പെയിനിലൊരു നഗരത്തിൽ ഞാൻ പുറത്തു പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പുറത്തു പോയത്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി പോലെയാണ്. അപ്പോൾ അവരോട് പുറത്തിറങ്ങിയാൽ അവരോട് സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അങ്ങോട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എല്ലാ പോർട്ടിലും പോയി വീഡിയോ എടുക്കുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക, വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ള എയിം മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കാഡിസ് എന്ന് പറഞ്ഞ നഗരത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഞാൻ എന്താ അവിടെ നിന്ന് ഷിപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ലോക്കൽ ഷോപ്പൊക്കെ ആയിട്ട്. ഒരുപാട് നല്ല നല്ല സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഇതുമായിട്ട്. ഗൈസ്, ഈ കാഡിസ് എന്ന് പറഞ്ഞ സിറ്റി അറിയപ്പെടുന്നത് തന്നെ ഹോം ഓഫ് സ്പാനിഷ് നേവി എന്നാണ്. കാരണം ഒരു സമയത്ത് ഒരു പോർട്ട് സിറ്റിയാണ് കാഡിസ് എന്ന് വെച്ചാൽ. ഒരുപാട് ഹിസ്റ്ററിയൊക്കെ പറയാനുണ്ട്. ഒരുപാട് നല്ല നല്ല പോർട്ടും ആർമിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റിയാട്ടോ ഇത്. ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കണ്ടാൽ തന്നെ ഒരുപാട് ഹിസ്റ്ററി പറയാനുള്ള പോലെ തന്നെ ഉണ്ടല്ലേ. ഈ ജനവാതിലൊക്കെ നോക്കി ഒരു പ്രത്യേക തരം ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയ ചർച്ച് ഉണ്ട് കേട്ടോ. ഞാൻ ആ ചർച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാ, അടിപൊളി. ഗൈസ്, ഇത് കത്തീഡ്രൽ ഡേ കാഡിസ് എന്നറിയപ്പെടുന്ന ഒരു ചർച്ചാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ലാൻഡ്മാർക്കിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ നല്ല ഭംഗിയുള്ള ചർച്ച കേട്ടോ. ഭയങ്കര നല്ലൊരു ഡിസൈനൊക്കെ, ഒരു ആർച്ച് ഷേപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല വർക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് കാലങ്ങളോളം പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു ചർച്ചാണിത്. കേസ് ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൂടുമ്പോഴേ ഉള്ളൂ ആൾക്കാരെ കയറ്റുള്ളത്. ഇപ്പം 11:05 11:05. ഇനി അടുത്ത പ്രാവശ്യം ആൾക്കാരെ കയറ്റണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയും. ഇപ്പം 12 മണിക്ക് വരാൻ പറഞ്ഞ് 12 മണിക്ക് ഒരു ഗ്രൂപ്പായിട്ട് മാത്രം ആൾക്കാരെ കയറ്റിയിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സിസ്റ്റം കണ്ടത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായാൽ മതിയെന്ന് വിചാരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സൊക്കെ എന്നെ പ്രാഗിയിട്ട് വേറെ എങ്ങോട്ടോ പോയി. കാരണം നമ്മൾ അവരെ കാത്തു നിൽക്കുന്നില്ലല്ലോ. അവർ എന്നെ കാത്തു നിന്നാൽ അവർ ലേറ്റ് ആവും. എന്നാലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ നടന്ന് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ നടന്ന് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗൈസ്, ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സ് ആട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പുറത്തും ഇപ്പുറത്തും ചെറിയൊരു ഷോപ്സൊക്കെ ആയിട്ട്.
ഗൈസ് എൻ്റെ ബാക്കിലുള്ളത് ഇവിടെയുള്ള ഒരു ലോക്കൽ മാർക്കറ്റ് പോലെയാട്ടോ. അപ്പോൾ അതിനുള്ളിൽ ഇവിടെയുള്ള ലോക്കൽ ഐറ്റംസ് ഫുള്ളാണ് മാത്രമാണ് കിട്ടുകയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഗൈസ് ഇപ്പം ആ കത്തീഡ്രലിലേക്ക് തിരിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്ക് 5 മിനിറ്റും കൂടിയുണ്ട്. അപ്പോൾ എത്രയോ ദൂരം പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നതാണ്. അത് അതിൻ്റെ അകത്ത് കയറിയിട്ട് അതൊന്നുകൂടി അതെന്തായാലും കാണണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നേരം വൈകിട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. സമയമായിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു വലിയൊരു ലൈനൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. Actually, I have this small YouTube channel. No? I upload all these videos on YouTube. So say hi to my few views, no? അയ്യോ, അതിൻ്റെ അകത്ത് കയറിയപ്പോയി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, പുറത്തേക്ക് പോകാറുണ്ട്. അത്ര നല്ല ഭംഗിയുണ്ട്, എന്നാലും അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പൈസ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്, ഇതുവരെ ഒരു ചർച്ചിൻ്റെ അകത്ത് കയറാൻ പൈസ ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തെന്ന് ഞാൻ പറയില്ല, എന്നാലും കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വന്നാണ്. എന്നാലും വലിയ നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ എപ്പോൾ സ്പെയിനിൽ വന്നാലും ഞാൻ പയല എന്ന് പറഞ്ഞൊരു സ്പാനിഷ് റൈസ് പ്രിപ്പറേഷനാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. ഞാൻ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഒരു ബ്രെഡായിട്ടോ ആദ്യം തന്നെ കൊണ്ടു തന്നെ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല 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 ഹാർഡാട്ടോ. ഇതെങ്ങനെയാണ് കഴിക്കുക പഠിച്ചോറേ. മീൻസ് അങ്ങനെ പയല വന്നു. പയല എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി കഴിച്ചോ. നല്ല ചൂടുണ്ട് കേട്ടോ. അത് പാനിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തോന്നുന്നു. ആ പാനോടെ തന്നെ തന്നു. റെക്കോർഡിംഗ് അല്ലേ? ഓക്കെ, locally sourced. ഗൈസ് അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ എൻ്റെ ഷിപ്പ് കടലിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പുതിയ പോർട്ടാണ്. അപ്പോൾ ആ പോർട്ടിലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.